നമസ്കാരം. ഇന്ത്യ നല്ല വ്യാപാര പങ്കാളിയല്ലെന്ന് ആരോപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത പ്രഖ്യാപനവുമായി വീണ്ടും രംഗത്തെത്തി. ഇന്ത്യയുടെ കയറ്റുമതി തീരുവ വീണ്ടും വർദ്ധിപ്പിച്ചു. 25% അധിക തീരുവയാണ് ഏർപ്പെടുത്തിയത്. 3 ആഴ്ച കഴിഞ്ഞ് പ്രാബല്യത്തിൽ വരും. ഇതോടെ ഇന്ത്യക്ക് മേലുള്ള തീരുവ 50% ഉയർന്നു. ജൂലൈ 30-നാണ് ഇന്ത്യയിൽ നിന്ന് US-ലേക്കുള്ള കയറ്റി അയക്കുന്ന ചരക്കുകൾക്ക് 25% തീരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ പ്രഖ്യാപനമുണ്ടായത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈനിലെ യുദ്ധത്തിന് ഇന്ത്യ പണം നൽകുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. US ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ല, കാരണം അവർ തങ്ങളുമായി ധാരാളം വ്യാപാരം നടത്തുന്നുണ്ട്. എന്നാൽ തങ്ങൾ അവരുമായി വ്യാപാരം നടത്തുന്നില്ല. അതുകൊണ്ട് തങ്ങൾ 25% തീരുവ നിശ്ചയിച്ചു. പക്ഷേ താൻ ആ തീരുവ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഗണ്യമായി ഉയർത്താൻ പോവുകയാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ ഉയർത്തുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇന്ത്യ വലിയ അളവിൽ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല, അങ്ങനെ വാങ്ങുന്നതിലേറിയ പങ്കും ഉയർന്ന ലാഭത്തിന് പൊതുവിപണിയിൽ വിൽക്കുകയും ചെയ്യുന്നു. യുക്രൈനിൽ എത്ര ആളുകൾ റഷ്യ കാരണം കൊല്ലപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് ആശങ്കയില്ല. അതിനാൽ ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകേണ്ടുന്ന തീരുവ ഞാൻ ഉയർത്തും എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാരത്തിലെ തടസ്സങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ വലിയ തോതിൽ എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതും ചൂണ്ടിക്കാട്ടിയാണ് ജൂലൈ 30-ന് 25% അധിക തീരുവ പ്രഖ്യാപിച്ചത്. ഉയർന്ന തീരുവ പ്രഖ്യാപനം ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി മേഖലകളെ ആകെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഉയർന്ന തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമതയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ടെക്സ്റ്റൈൽ, തുകൽ, സമുദ്ര ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ തുടങ്ങിയ മേഖലകളിലാണ് കടുത്ത ആശങ്ക. കാർഷിക മേഖല, ഭക്ഷ്യ സംസ്കരണം, സ്റ്റീൽ, ആഭരണങ്ങൾ, വിലപിടിപ്പുള്ള കല്ലുകൾ, പെട്രോളിയം തുടങ്ങിയ മേഖലകളെയും ദോഷകരമായി ബാധിക്കും. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ അനുകൂല നിലപാട് ഇന്ത്യ എടുത്തിട്ടില്ല. പരസ്യമായി തന്നെ തള്ളിപ്പറയുകയും ചെയ്തു. സമാധാന ശ്രമത്തിന് പലവട്ടം ശ്രമിച്ചു. ഈ സാഹചര്യത്തിലും ഇന്ത്യയെ യുദ്ധത്തിന് ഊർജ്ജം പകരുന്ന രാജ്യമെന്ന് ട്രംപ് വിളിക്കുകയായിരുന്നു. കർഷകദ്രോഹ നയങ്ങൾ ഉള്ളതുകൊണ്ടാണ് അമേരിക്കയുടെ വ്യാപാര കരാറിനെ ഇന്ത്യ പൂർണ്ണമായും അനുകൂലിക്കാത്തത്. ഇതിന്റെ പ്രതികാരം കൂടിയാണ് തീരുവ ചുമത്തൽ.